പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇപ്രാവശ്യം ഞാനൊരു ബൈക്കാണ് കൊണ്ടുവന്നേട്ടാ. ഞാൻ ഇതുവരെയ്ക്കും ബൈക്ക് വെച്ചിട്ട് കളിച്ചിട്ടില്ല. ഞാൻ പക്ഷേ ട്രക്ക് വെച്ചിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടാ. ട്രക്ക് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ബൈക്ക് വെച്ച് കളിക്കണേ. ഞാൻ കാറ് വെച്ചിട്ടും കളിച്ചിട്ടില്ല. നമുക്ക് പറ്റിയെങ്കിൽ കാറും കൂടി കൊണ്ടുവരണം. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന വണ്ടി ഹീറോ സ്പ്ലെൻഡറാണ് കേട്ടാ. നൈസ് വണ്ടിയാ. ഇതെന്തത്? ഇതെന്തത്? ബൈക്കിലെ ബസ്സിൻ്റെ ഹോൺ. അത് ശരി. അത് മാത്രല്ല ഏട്ടാ, ഞാനിവിടെ സ്റ്റിയറിങ് വെച്ചിട്ടാ ബൈക്ക് ഓടിക്കാൻ പോണേ. കുറച്ച് വിയേഡായിട്ട് തോന്നും, പക്ഷേ സ്റ്റിയറിങ് വെച്ച് കളിച്ചിട്ട് ശീലമുള്ളൂ, അതുകൊണ്ടാ. എന്നിട്ടായാലും നമുക്ക് ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പിന്നെ വഴി അടച്ചിട്ടേക്കാ. നമുക്ക് ഇതിയോടെ അങ്ങ് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് പറ്റിയെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കൂടി നോക്കി നോക്കാം കേട്ടാ. ഈ വഴിയിൽ പിന്നെ മൊത്തം വളവും തിരുവാ, അതുകൊണ്ട് ടോപ്പ് സ്പീഡ് നോക്കാനായിട്ട് ഇച്ചിരി പാടാ. എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടുകയാണെങ്കിൽ നമുക്കങ്ങ് പടയ്ക്കാം. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. നമുക്കപ്പോൾ ഇത് FPPയിൽ ഓടിക്കാം. FPPയിൽ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ശരിക്കും ബൈക്ക് ഓടിക്കുന്ന ഫീല് കിട്ടും. ഇതിൽ പക്ഷേ വണ്ടി ഓടിക്കുന്ന ആളുടെ കൈ കാണാനില്ല ഏട്ടാ. നമ്മൾ ശരിക്കും കൈ വിട്ട് വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ട്. എന്തെങ്കിലും ആട്ടെ. ഇവിടെ ഇപ്പോൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പാവുന്നുണ്ട് കേട്ടാ. കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ സ്ലിപ്പാവുന്നുണ്ട്. അതെന്താണാവോ? ഞാൻ പിന്നെ ഈ വണ്ടി റിയൽ ലൈഫിൽ ഓടിച്ചിട്ടുണ്ട് കേട്ടാ. റിയൽ ലൈഫിൽ ഞാൻ സ്പ്ലെൻഡർ ഓടിച്ചിട്ടുണ്ട്. അതിലാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. ഞാൻ ആ സമയത്ത് 90 കിലോമീറ്റർ സ്പീഡിൽ വരെ പോയിട്ടുണ്ട്. അതാണ് തോന്നുന്നത് എൻ്റെ മാക്സ് സ്പീഡ്. അന്ന് 90-ൽ ഞാൻ വലിപ്പിച്ചിട്ട് പോയേ. ഇവിടെ ഇപ്പോൾ ഗെയിമിൽ എത്ര സ്പീഡിലാണാവോ പോവുക, നമുക്ക് അതും നോക്കണം. പക്ഷേ ഈ വഴിയിൽ ഫുള്ള് വളവാ, നോക്കാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. എന്നാലും ഞാനിവിടെ 90-ൻ്റെ മേലെ പോവുന്നുണ്ട്. ഇപ്പോൾ അത് 100 കടന്നു, 110 കടന്നു. ഇവിടെ അത് വീണ്ടും വളവ് വന്നു. നമുക്ക് ഒരു ഹൈവേ റൂട്ട് സെലക്ട് ചെയ്യണമായിരുന്നു. ഹൈവേ റൂട്ട് എനിക്ക് കിട്ടാനില്ല, മോഡ് കിട്ടാനില്ല. യൂട്യൂബിൽ കുറേ മോഡൊക്കെ കാണാനുണ്ട്, പക്ഷെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണില്ല. ഇവിടെ പിന്നെ മഴ പെയ്തുട്ടാ, വണ്ടി സ്ലിപ്പാവുന്നുണ്ട്. ഇതിൽ വൈപ്പർ ഇടാൻ പറ്റുമോ? വൈപ്പറിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ വൈപ്പർ ഇടാൻ പറ്റില്ല. നമുക്കിവിടെ റോട്ടിൽ കൂടെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിവിടെ സൈഡിൽ കൂടെ ഒക്കെ എടുത്ത് പോവാ. അല്ല പിന്നെ ഇവിടെ മഴയൊക്കെ പോയിന്നാ തോന്നണം കേട്ടാ. ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്. ഇതിൽ പിന്നെ കുറച്ച് നേരത്തേക്ക് മഴ പെയ്യുള്ളൂ. അയ്യോ അയ്യോ അയ്യോ, സ്ലിപ്പോലെ. ഓ ഭാഗ്യം, വണ്ടി ഇടിച്ചില്ല കേട്ടാ. ബൈക്ക് എന്താണോ സ്ലിപ്പായി. ഇവിടെ പിന്നെ എന്താണാവോ, ഈ ബസ് നടു റോട്ടിൽ നിർത്തിയിട്ടേക്കാ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ടി വന്നു. ആ സീനില്ല. ഇവിടെ വീണ്ടും വണ്ടി സ്ലിപ്പായി. ഈ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം മൈലേജും ഉണ്ട് കേട്ടാ. സ്പ്ലെൻഡർ എന്ന് പറയണത് കിങ് ഓഫ് മൈലേജ് എന്നാ. സ്പ്ലെൻഡർ മാത്രമല്ല, പ്ലാറ്റിന CT100 അതൊക്കെ വരുന്നുണ്ട്. എന്നാലും സ്പ്ലെൻഡർ ആ ലിസ്റ്റിൽ വരും. സ്പ്ലെൻഡറിന് പക്ഷേ ഒരു ഫാൻ ബേസ് ഉണ്ട് കേട്ടാ. പണ്ട് ഏതൊരു യൂട്യൂബർ ഉണ്ട്, ഒരു ചെറിയ ചെക്കനാ. അവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്കും സ്പ്ലെൻഡറും തമ്മിൽ കമ്പയർ ചെയ്തു, എന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. അവൻ ആ വീഡിയോ ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അവൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് തെറിയായിരുന്നു. അവന് അറിയണ്ടായിരുന്നില്ല സ്പ്ലെൻഡറിൻ്റെ പവർ എന്താന്ന്. അത് സ്പ്ലെൻഡറിൻ്റെ ഫാൻസർ അങ്ങ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? റൂട്ട് കഴിഞ്ഞ നമ്മുടെ ഗെയിം ഇതിവിടെ കംപ്ലീറ്റ് ആയി. ശരി, ഇതൊരു ചെറിയ റൂട്ടായിരുന്നല്ലോ. ഇവിടെ സൈഡിൽ വഴിയുണ്ട്. സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ? നമുക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റും കേട്ടാ. ഈ വഴി എങ്ങോട്ടേക്കാണോ പോവാ? ഈ വഴി എങ്ങോട്ടേക്കും പോവില്ല, ഇതോടെ നിൽക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. അതിപ്പോൾ ഏതായാലും നല്ല ഐഡിയ. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ 110 കടന്നു കേട്ടാ. 120 കടന്നു. 200 എത്തോ? 200 എത്തോന്ന് തോന്നണില്ല. ഇത് പിന്നെ സ്പ്ലെൻഡർ ആയാലും ബസ്സിൻ്റെ സൗണ്ടാണ് വരുന്നത്. ബസ്സിൻ്റെ സൗണ്ട്, ബസ്സിൻ്റെ ഹോണ്.
ആ ബസ്സിൻ്റെ ഗെയിമല്ലേ അതുകൊണ്ടാ. എടാ ഈ വണ്ടി 200 കടന്നു. ഇത് കൊള്ളാലോ. സ്പ്ലെൻഡറിൻ്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചത് കൊടുത്തിട്ടുണ്ട്. 240 കടന്നു, 250 കടന്നു. അയ്യോ ഇതെങ്ങോട്ടേക്കാ പോണേ? ഇവിടെ കാടാണ്, പക്ഷെ സീനില്ല. ഇവിടെ മുമ്പിൽ കുറച്ചുകൂടി വഴിയുണ്ട്. 280 കടന്നു. 300 കിടക്കുമോ? ഓ 294. അതാണ് ഞാൻ കണ്ടുപിടിച്ച ടോപ്പ് സ്പീഡ്. ഈ വണ്ടി പക്ഷെ 300ൻ്റെ മേലെ പൂണ്ടാ, അത് ഉറപ്പാ. ഇവിടെ പിന്നെ വഴി നിന്നോണ്ടാ. ഈ വണ്ടി 300ൻ്റെ മേലെ കിടക്കും. എന്തുട്ടതിന് സ്പ്ലെൻഡർ കൊള്ളാം കേട്ടാ. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അതെന്തെങ്കിലും ആട്ടെ, വണ്ടിയിൽ പിന്നെ ചെറിയ ഡാമേജൊക്കെ വന്നു. ആ സീനില്ല. നമുക്കിനി പോയിട്ട് ഈ ഗെയിം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. മുമ്പിൽ എവിടെ ഒരു ഷെഡുണ്ട്, അവിടെ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ കണ്ടില്ലേ മാക്സ് സ്പീഡ് 293. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.